ദൈവത്തിനൊരു സമയമുണ്ട് എല്ലാ കാര്യത്തിനും. ആ സമയത്തെ തരൂ. നിന്റെ കൊച്ചിന്റെ കല്യാണം ദൈവം തീരുമാനിച്ചൊരു വയസ്സുണ്ട്, അപ്പോഴേ നടക്കൂ. നിനക്കൊരു കൊച്ചുണ്ടാകണമെന്ന് ദൈവം തീരുമാനിക്കുന്ന ഒരു സമയമുണ്ട്, അപ്പോഴേ കിട്ടൂ. നിന്റെ കടബാധ്യത മാറണമെന്ന് ദൈവം വിചാരിക്കുന്ന ഒരു നേരമുണ്ട്, അപ്പോഴേ തരൂ. മനസ്സിലായോ? മനസ്സിലായോ? നമ്മുടെ സമയമാണോ? അല്ല, ദൈവത്തിനൊരു സമയമുണ്ട്. അതാണ് കൃത്യസമയം. നിങ്ങൾ ചിന്തിച്ചോക്കെ, ലാസറിന്റെ കുഴിമാടത്തില് അവൻ നല്ലൊരു കൂട്ടുകാരനായിരുന്നു. ആര്? ലാസറിന്റെ കൂട്ടുകാരനായിരുന്നു. ആര്? ഈശോ. മരിക്കാൻ നേരത്തെ വന്നാ? ഉത്തരം പറ. വന്നാ? ഇല്ല. മരണം കഴിഞ്ഞിട്ടാ പുള്ളി വന്നെ. ആര്? ഈശോ. ഞാനാണ് ഈ രണ്ട് പൊട്ടികളോട് തന്നെ. കൂട്ടുകാരൻ മരിക്കാൻ കിടന്നിട്ട് ആ നേരത്തെ വരാണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാ. മറുത്ത് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആ സ്ഥാനത്തൊരു ചോദ്യം ചോദിക്കണേ, കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു, എന്നിട്ട് എന്തിനിപ്പോ വന്നേ? ചോദ്യം ഇതാണ്. ബൈബിളായതുകൊണ്ട് നല്ല ഭാഷ പറഞ്ഞേ. ഞാനൊക്കെ ആണെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞല്ലോ, എന്തെങ്കിലും ആവട്ടെ. എന്തിനിപ്പോ വന്നേ? കർത്താവിന്റെ ഡയലോഗ്. കർത്താവ് നീ മിണ്ടില്ല, നേരെ കല്ലറയില്ല. പിന്നീടാണ് അവിടെ നടക്കണ അത്ഭുതം. നിങ്ങൾ ചിന്തിച്ചോക്കെ, അവൻ കല്ലറയിൽ ചെന്നിട്ട് പറഞ്ഞു, ലാസറേ, മോനെ, കൂട്ടുകാരാ, വാ. കല്ലറ കഴിഞ്ഞ് കയറി എഴുന്നിട്ടൊന്നു പറയണേ. നിങ്ങൾ ചിന്തിച്ചോക്കെ, സിമ്പിളായിട്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചാണ്, എന്റെ കർത്താവേ, നീ കൂട്ടുകാരനായിട്ട് അവന്റെ മരണത്തിന്റെ വക്കിലെത്തിയിട്ട് നീ എന്താ പോവാഞ്ഞേ? മരണം കഴിഞ്ഞിട്ടല്ലേ പോയേ? 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞേ? നാട്ടുകാർ മുഴുവൻ ചിന്തിക്കില്ലേ, ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ട് ഇതുപോലെ ഈശോയുടെ കൂടെ നടന്നിട്ട് എന്ത് ഇടപെടാതെന്ന് നാട്ടുകാർ ചിന്തിക്കില്ലേ? എനിക്കൊരിക്കലും തമ്പരാൻ പറഞ്ഞൊരു ഉത്തരവെന്നുണ്ടെന്നറിയോ? ഉത്തരത്തിലേ ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ചോക്കെ, ഒരു വ്യക്തിയെ രോഗത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണോ, മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണോ ഏറ്റവും വലിയ അത്ഭുതം? ഉത്തരം പറ. മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അത്ര വലിയ അത്ഭുതം ആർക്ക് വേണ്ടി അവൻ മാറ്റിവെച്ചു? സ്വന്തം കൂട്ടുകാരന് വേണ്ടി മാറ്റിവെച്ചു. ഞാൻ എപ്പോഴും പറയും, ചില കാര്യങ്ങൾ ദൈവം തരാൻ ലേറ്റ് ആവുന്നത് നമ്മുടെ കണ്ണിലിട്ടാ. ചില കാര്യങ്ങൾ ദൈവം തരാൻ ലേറ്റ് ആവുന്നത് നല്ലത് തരാൻ വേണ്ടിട്ടാ. ചില കാര്യങ്ങൾ ദൈവം തരാൻ ലേറ്റ് ആവുന്നത് നല്ലത് തരാൻ വേണ്ടിട്ടാ. നീ എപ്പോഴും ഓർത്തോണം, നീ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവമേ ദൈവമേ അത് ഇത്. ദൈവം ഓർത്തോളണം, ദൈവം വെച്ചിട്ടുണ്ടെന്ന് ഇതിനേക്കാളും നല്ലത് തരാൻ. നിങ്ങൾ കാനായിലെ കല്യാണ വീടൊക്കെ അവിടെ വീഞ്ഞു തീർന്നു പോയി. ദൈവം ചെന്നേക്കാ. മറിയം പറഞ്ഞു, മോനെ എടാ വീഞ്ഞില്ലടാ, മാറ്റിവെച്ചേക്ക തമ്പുരാന്റെ അത്ഭുതത്തിന് വേണ്ടി. നിങ്ങൾ ചിന്തിച്ചോളണം, ചില കാര്യങ്ങൾ ദൈവം ലേറ്റ് ആക്കുന്നത് നല്ല തരാൻ വേണ്ടിട്ടാ. വലതരം ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഓർത്തോളണം. എന്നോട് ഒരിക്കലും ഒരു പെങ്കൊച്ച് പറഞ്ഞൊരു കാര്യമാണ്, എന്റെ പൊന്നച്ച, അച്ഛനെ എവിടെയെങ്കിലൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ഇന്ന് യുവതിവാക്കള് പലരും പള്ളി വരാത്തതിന്റെ കാരണം എന്നറിയോ? എന്റെ പൊന്നോ, ഇന്ന് പിള്ളേർക്കൊക്കെ പള്ളി വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് യുവതിവാക്കൾക്ക്. അതെങ്ങനെയാ? പള്ളി വരുമ്പോ തന്നെ ഒരു ചോദ്യം വരും. എന്നിട്ടെന്നറിയോ? ഞങ്ങളുടെ നാട്ടിൽ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ മുന്താണിയും പൊതിച്ചോണ്ട് ആ മുന്താണിയുടെ ഒരു അറ്റം വായിലിട്ടോണ്ട് ചോദിക്കും, ഒന്നായില്ലടി. എന്നിട്ടായില്ലെന്നാ? അപ്പൊ പഠിച്ചിറങ്ങിയിട്ടുള്ളെങ്കിൽ യുവതിവാക്കൾ വന്ന് സഭയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോഴേക്കും ഒരു ചോദ്യം വരും, ഒന്നായില്ലടി. എന്നിട്ടായില്ലേന്ന് ജോലിയായില്ലേന്ന്. വീട്ടുകാർക്കില്ല കുഴപ്പം, അപ്പനമ്മയ്ക്കില്ല കുഴപ്പം, നാട്ടുകാർക്കും പള്ളിക്കാർക്കാ കുഴപ്പം. ഒന്നായില്ലേ. ഞാൻ അറിയാണ്ട് അങ്ങനെ ഒരു ജോലി കിട്ടിയാലാ അപ്പോഴും ചോദിക്കും, ഒന്നായില്ലേ. എന്തായില്ലേന്ന്? ആ കല്യാണം, നീ കല്യാണം കാണാൻ കഴിഞ്ഞാലാ അപ്പോഴും ചോദിക്കും, ഒന്നായില്ലേ. എന്തുട്ടെ കൊച്ച് ഒരു കുഞ്ഞുള്ളെങ്കിലാ അപ്പോഴും ചോദിക്കും, ഒന്നായില്ലേ. ഒന്നുള്ളൂ. ഞാൻ വിചാരിക്കും, ഇതൊക്കെ നിങ്ങൾ എന്തിനന്വേഷിക്കണേ? എടവേ, ഈ ജീവിതത്തില് ഈ ലോകത്ത് ജീവിക്കുന്നവർക്കൊക്കെ അറിയാം, മക്കളുണ്ടാക്കണമെന്നും കല്യാണം കഴിക്കണമെന്നും ജോലിക്ക് പോകണമെന്നും ഒക്കെ അറിയാം. നിങ്ങളായിട്ട് ചോദിക്കണ്ട. അല്ലെങ്കിൽ ചില ചോദ്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ അല്ലേ? നല്ല തടിയുള്ളവരോട് ചോദിക്കും, എന്നാ തടിയാടാ. ചിലപ്പോൾ അതുങ്ങൾ ഒന്നും കഴിക്കേണ്ടാവില്ല, ഗ്യാസ് ആയിരിക്കും. പച്ചവെള്ളം കുടിച്ച വണ്ണം വെക്കുന്നവരുണ്ട്. എനിക്ക് പക്ഷെ ഒരു കാര്യം പറയട്ടെ, എനിക്ക് തടിയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. തടിയുള്ളവരെ നിങ്ങൾ ഈ തടിയുള്ളവരെ കെട്ടിപ്പിടിച്ചോ, എന്ത് സുഖാന്ന് പറയും. ഈ എൻ്റെ ഇടവകയിലൊരു ചെക്കനുണ്ട്, ഭയങ്കര തടിയാ. ഞാൻ പറയും, എൻ്റെ വന്നടാ ചോക്കൂട്ടൻ വന്നൊരു കെട്ടിപ്പിടുത്തോണ്ട് എൻ്റെ പൊന്നോ, ഈ മേഘം വന്ന് പൊത്തിയ പോലെ നമ്മളെ ഭയങ്കര ഈ തലമുഴയുടെ അടുത്ത് നമ്മളിങ്ങനെ കിടക്കണ പോലെ അപ്പൊ ഒന്ന് കിടന്നിരിക്കും. എന്തൊരു സുഖാന്നറിയോ?
നിങ്ങൾ ഈ ഈർക്കിളി പോലിരിക്കുന്നതിനെ കെട്ടിപ്പിടിച്ചോ? ഓ എൻ്റെ പൊന്നോ, ഒന്നും തോന്നില്ല നമുക്ക്. ഈ കാരിരുമ്പോ കെട്ടിപ്പിടിച്ച പോലെയാ, ഒരു സുഖമില്ല കേട്ടോ. അപ്പൊ ഇച്ചിരി വണ്ണമുള്ളവരൊക്കെ നല്ലത്. ഈ നിങ്ങൾ ഈ പല കാര്യങ്ങളും ജീവിതത്തിൽ പലരോട് ചോദിക്കാൻ പാടില്ല. ചില ചോദ്യങ്ങൾ ചോദിക്കരുത്. നിങ്ങൾ ഓർത്തു നോക്കിയേ, ഇടവേ നിങ്ങൾ എന്തിനാ ചോദിക്കണേ? മക്കളില്ലാത്തവരോട് മക്കളെ കുറിച്ച് ചോദിക്കരുത്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദ്യ, മക്കളായില്ലേ, 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 മക്കളായില്ലേ. ഇടവേ അവരുടെ പ്രശ്നം നിങ്ങൾക്കറിയോ? ഇനി ഒരു ജോലി ആവാത്തവനോട് ജോലിയായില്ലേ, 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 ജോലിയായില്ലേ. ഇടവേ തെണ്ടി അടക്കാൻ നിങ്ങൾ ജോലിക്ക് വേണ്ടി നിങ്ങളായിട്ട് നിങ്ങളെ വിഷമിപ്പിക്കില്ലേ? അത് നിങ്ങൾ വല്ല പ്രാർത്ഥിച്ചോട്ടെ. ഇനി നാളെ തൊട്ട് ആനക്കോട് ആനക്കോടല്ലേ, എന്ത് കോടെങ്കിലും ആവട്ടെ, ഈ കോട്ടില് അല്ലെ കോടില് ഇനി ഇങ്ങനെ ചോദ്യം ഉണ്ടാവോ? ചോദിക്കോ? ഇവിടെ അങ്ങനെ ചോദ്യം ചോദിക്കാറുണ്ടോ? കടകട്ട. എനിക്ക് പറയാനുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കരുത്. മക്കളില്ലാത്തവരുടെ മക്കളെ കുറിച്ച് ചോദിക്കരുത്. വിവാഹം നടക്കാത്തവരുടെ വിവാഹത്തെ കുറിച്ച് ചോദിക്കരുത്. എന്റെ പൊന്നോ, കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ വന്നിട്ടുണ്ട്, എന്റെ അച്ഛ ഒരു കമ്പുമ്പ ഒരു സാരി ചുറ്റിട്ടാണെങ്കിൽ ഞാൻ കെട്ടിക്കോളാം. ഒരു പെണ്ണിനെ കെട്ടണ്ടേ? സത്യല്ലേ പറയണേ? ഒരു പെൺകൊച്ചിനെ കെട്ടണമെങ്കിൽ ചെറുക്കന്മാർക്ക് ഇവിടെ അങ്ങനെ ഉണ്ടോ? ആണുങ്ങൾക്ക് ഇന്ന് ആണുങ്ങൾ കല്യാണം കഴിക്കാത്തവർ കൂടി വരിക കേട്ടോ. ഇവിടെ ഇരിക്കുന്ന യുവാക്കളെ അല്ല യുവാക്കന്മാരെ നേരത്തൊക്കെ കെട്ടിക്കൊള്ളണം. എങ്ങോട്ട് ഒന്നും പറയണ്ട, പോട്ടെ. പെൺകുട്ടികൾക്കാണെങ്കിൽ ഒട്ടുക്കത്ത് ഡിമാൻഡ്. ഡിമാൻഡൊക്കെ കേട്ട് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പറയാ, ഒറ്റ മോനാണെങ്കിൽ ഞാൻ കെട്ടത്തില്ല. എന്തേടി, അപ്പനമ്മേനെ നോക്കണ്ടേ? ഇളയ മോനാണെങ്കിൽ കെട്ടത്തില്ല. ഞങ്ങളുടെ നാട്ടിലെ ഇളയ മക്കളാ, അപ്പനമ്മേനെ നോക്കണ്ടേ? കെട്ടത്തില്ല. എന്തേടി, അപ്പനമ്മേനെ നോക്കണ്ടേ? പിന്നെ വീട് വേണം, കാറ് വേണം, നാലൊക്കെ ശമ്പളം വേണം. ഇടവേ ഇതൊക്കെ നോക്കിയിട്ട് കല്യാണം കഴിച്ചാ നിങ്ങൾ ആ വീട്ടിൽ പോയി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങോ? ഞാൻ എപ്പോഴും കല്യാണം കഴിക്കാൻ പോണ ചെറുക്കന്മാരോടും യുവതികളോടും പറയുന്ന കാര്യം എന്നറിയോ? നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെ കല്യാണം കഴിക്കും. നിങ്ങളെ സ്നേഹിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളെ കല്യാണം കഴിക്കും. അല്ലാണ്ട് ഇച്ചിരി പൈസ ഉണ്ടെന്ന് വെച്ചാൽ കെട്ടി കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോ പൈസമേ കിടന്നുറങ്ങോ? എടവ ഒരു ചമ്മന്തി ആണെങ്കിൽ ഇച്ചിരി ചോറിന്റെ കൂടെ ചമ്മന്തി കൂട്ടി സമാധാനത്തോടെ കിടന്നുറങ്ങാം. അതിനെ നീ എന്തുട്ടൊക്കെയെന്നറിയോ? ഞാനൊന്നും പറയണില്ല. ഞാൻ മാരേജ് കോഴ്സിന് ക്ലാസ് എടുക്കുന്നുണ്ടോ ഞാനൊന്നും മിണ്ടാത്ത, അല്ലെങ്കിൽ തന്നേനെ. നേരമില്ല, പോണ നേരം, അതുകൊണ്ട് പറയാത്ത. അപ്പൊ നിങ്ങളെ മനസ്സിലാക്കുന്നവരെ കല്യാണം കഴിക്കും. ഈ കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കുക, ഈ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കല്ലേ. അവർ പള്ളി വന്നോട്ടെ, പ്രാർത്ഥിച്ചോട്ടെ. നിങ്ങൾക്ക് ഒരാളുടെ സങ്കടത്തെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. വണ്ണമുള്ളവരുടെ വണ്ണത്തെ കുറിച്ച് ചോദിക്കരുത്. ചോദിക്കോ? ഈ ആനക്കോട് ചോദിക്കോ? ചോദിക്കരുത്. മക്കളില്ലാത്തവരുടെ മക്കളെ കുറിച്ച് ചോദിക്കോ? ഇല്ല. ജോലിയില്ലാത്തവരുടെ ജോലിയെ കുറിച്ച് ചോദിക്കോ? ഇല്ല. സ്വന്തം അപ്പനമ്മയൊക്കെ ചോദിച്ചോട്ടോ. നാട്ടുകാർ ചോദിക്കേണ്ടിരുന്നോ? നീ പള്ളിക്കാരും വെറുതെ ഉയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ ചിന്തിക്കണമെന്നറിയോ? ഈ കൃത്യസമയത്ത് ഇടപെടുന്ന ഒരു ദൈവം ഉണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഏത് പ്രശ്നത്തിലും ചിന്തിച്ചോളണം, ദൈവം ഇടപെട്ടോളും. നീ ദൈവത്തിന്റെ മുന്നിൽ ഇരിക്കി. ചിലപ്പോൾ സമയമെടുക്കും, ചില കാര്യങ്ങൾക്ക് ലേറ്റ് ആവും. നിനക്കാണത് ലേറ്റ് ആവണേ, ദൈവത്തിനത് ലേറ്റ് അല്ല. നല്ലത് തരാൻ വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യിപ്പിക്കണതാ. നിങ്ങൾ എന്നെ ചിന്തിച്ചിട്ടില്ലേ? ചിലപ്പോൾ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ദൈവമേ അത് കിട്ടാഞ്ഞിട്ട് ഇത് കിട്ടായി നന്നായിട്ടാ, അത് ഈ ജോലിക്ക് പോകാണ്ട് ഈ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യിപ്പിച്ചത് നന്നായിട്ടാ. നിങ്ങൾക്ക് എന്നെ തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടുണ്ട് എന്തോരം കാര്യങ്ങളില്. എടവേ ദൈവം നല്ലതരുള്ളൂ. രഞ്ജിത്തെ വന്ന് സ്വന്തം മക്കൾക്ക് മോശമായിട്ട് കൊടുക്കോ? ഇല്ല. ഏറ്റവും നല്ലതിൽ കൊടുക്കുള്ളൂ. അതെ, കിട്ടാവുന്നതില് നല്ലത്, ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്. ഇതൊരു അപ്പനാ അല്ലേ? ഉറപ്പില്ലേ? ഉറപ്പാണ്. ഒരപ്പൻ സ്വന്തം മക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കുള്ളൂ. ഏറ്റവും ബെസ്റ്റ്. ഒരു മോശമുള്ളത് കൊടുക്കില്ല. നിങ്ങൾ ചിന്തിച്ചോളാം. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, മക്കളെ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കോ? എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കില്ല. അവർക്ക് ആവശ്യമുള്ളതെന്ന് തോന്നുന്നത് സാധിച്ചു കൊടുക്കും. ബെസ്റ്റ് തന്ത. അവർക്ക് എല്ലാം സാധിച്ചു കൊടുക്കില്ല. ഇല്ല, അവർക്ക് എല്ലാം സാധിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ അവർക്ക് ആവശ്യം തോന്നുന്നത് ആർക്ക് തോന്നണം? നമുക്ക് തോന്നണം. ആർക്ക്? നമുക്ക്? എനിക്കോ? അല്ല, മാതാപിതാക്കൾക്ക്. എന്ന് വെച്ചാൽ രഞ്ജിത്തിന്റെ ഭാര്യയ്ക്കും തോന്നണം. എന്നാലേ സാധിച്ചു കൊടുക്കും. ഒരു വാശി പിടിക്കാ കൊടുക്കോ? ഇല്ല. കരയാ? കൊടുക്കൂല. ഭക്ഷണം കഴിക്കാതിരിക്കുക?
പിന്നീട് വിശപ്പുള്ളപ്പോൾ കഴിച്ചോളൂ. മിണ്ടാതിരിക്കെ കൊടുക്കോ? കൊടുക്കില്ല. എന്തു വന്നാലും യെസ് എന്ന് പറയാൻ പറ്റുന്നതേ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂ. അല്ല ആർക്ക് യെസ് എന്ന് പറയാൻ തോന്നണം? നമുക്ക് തോന്നണം, നല്ലതാണെന്ന് തോന്നണം. അപ്പനും അമ്മയ്ക്ക് തോന്നണം, എന്നാലേ കൊടുക്കൂ. അവിടെ നിൽക്കട്ടെ. ചേച്ചി വന്നേ, ഇതോടക്ക് ഇവിടെ വാ. ഇതുകൂടെ കഴിഞ്ഞ് നിർത്താം, പോവാ വാ. ഇതുകൂടെ ഇവിടെ വിടാം, സാരം ഉണ്ടാവും, ഇവിടെ വാ. പേടിക്കാണ്ട് വാങ്ങണേ. പേരെന്നോട്ടാ? ഷീല. നല്ല പേരാ കേട്ടോ, എല്ലാവരും അറിയപ്പെടുന്നൊരു പേരാണല്ലോ ഷീല കേട്ടോ. ഓക്കെ ഷീലച്ചേ, മക്കൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും കൊടുക്കോ? ഇല്ല. അതിനേക്കാളും വലിയതുള്ള കേട്ടോ. എന്താ കൊടുക്കാത്ത? നമുക്ക് മനസ്സിൽ അത് ആവശ്യമെന്ന് തോന്നിയാ കൊടുക്കും. മക്കൾക്ക് ആവശ്യമാണെന്ന് തോന്നണം. ആർക്ക് തോന്നണം? മാതാപിതാക്കൾക്ക് തോന്നണം, എന്നാലേ കൊടുക്കുവേ. ഒരു വാശി പിടിക്കാൻ കൊടുക്കോ? ഇല്ല. കരയെ കൊടുക്കോ? ഇല്ല. നിർബന്ധം പിടിക്കാൻ കൊടുക്കോ? ഇല്ല. മിണ്ടാതിരിക്കാൻ കൊടുക്കോ? ഇല്ല. ഭക്ഷണം കഴിക്കാതിരിക്കാൻ കൊടുക്കോ? ഇല്ല. എന്തുട്ട് തള്ളിയാടത്? പിള്ളേര് ഭക്ഷണം കഴിക്കാതിരുന്ന അമ്മയ്ക്കൊരു വിഷമം ഉണ്ടാവില്ലേ? കൊടുക്കൂല. ഇല്ല. അവർക്ക് മോശമാണെങ്കിൽ ഒരിക്കലും കൊടുക്കൂല. കൊടുക്കൂല. ഉറപ്പാണേ? ഉറപ്പ്. അവർക്ക് നല്ലതാണ്, കൊടുക്കും. കൊടുക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരു അപ്പനും അമ്മേനെ ഞങ്ങൾ നിർത്തിയേക്കാം. നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിച്ചു നോക്കി. ഈ അപ്പം പറയാ മക്കൾക്ക് എല്ലാം കൊടുക്കാൻ പറ്റത്തില്ല. അവർക്ക് നല്ലതാണെന്ന് ഈ അപ്പന് തോന്നണം. മക്കൾക്ക് തോന്നിയിട്ട് കാര്യമില്ല. അപ്പന് തോന്നണം നല്ലതാന്ന് എന്നാണെങ്കിൽ കൊടുക്കും. അമ്മയ്ക്ക് തോന്നണം എന്നാണെങ്കിൽ കൊടുക്കും. അല്ലെങ്കിൽ കൊടുക്കൂല. ഈ അപ്പൻ നല്ല അപ്പനാണെങ്കിൽ നല്ലൊരു കൈ കൊടുത്തേ. ഇതാണോ നല്ല കൈയടി? ഈ വർഷത്തെ ബെസ്റ്റ് തന്തയ്ക്കുള്ള അവാർഡ് രഞ്ജിത്തിന് കൊടുത്ത. രഞ്ജിത്ത് നോക്കാം. ഈ അമ്മ നല്ല അമ്മയാണെങ്കിൽ നല്ലൊരു കൈയടി കൊടുത്തേ. ഈ വർഷത്തെ നല്ല തള്ളയ്ക്കുള്ള അവാർഡും തന്നിരിക്കുന്നു കേട്ടോ. ഷീല ചേച്ചിക്ക് തന്നിരിക്കുന്നു. പൊക്കോ, രണ്ടുപേരും പൊക്കോ. നിങ്ങൾ തന്നെ സിമ്പിളായിട്ട് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ തന്നെ പറയാ, ഒരപ്പനും ഒരു അമ്മയും മക്കൾക്ക് എല്ലാം കൊടുക്കില്ല. അവർക്ക് ആവശ്യമുള്ളത് അപ്പനും അമ്മയ്ക്കും തോന്നണം, എന്നാലേ കൊടുക്കൂ. അപ്പൊ നമ്മുടെ സ്വർഗീയ അപ്പൻ നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും തരുവോ? ഇല്ല. എടോ, നിനക്ക് എന്ത് വേണമെന്ന് അവനറിയാം. അവനാണ് ആദ്യവും അന്ത്യവും. നിനക്ക് എന്ത് വേണമെന്നും നിനക്ക് എന്ത് തന്നാലാ ശരിയാവൂ എന്നും അവനറിയാം. എന്നാലേ അത് തരുള്ളൂ. കേട്ടോ? മനസ്സിലായോ? ചെവിയുള്ളവൻ കേട്ടോ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അറിയോ? കൃത്യസമയത്ത് നിനക്ക് എന്താണോ വേണ്ടേ അത് ദൈവം തരും, കൃത്യമായിട്ട് തരും കേട്ടോ. വലതരം ഉയർത്തി പറ ഹല്ലേലൂയ. ഞാൻ എന്തുകൊണ്ട് ഞാനൊരു കാര്യം കൂടി നാളെ പറഞ്ഞു തുടങ്ങും കേട്ടോ. അച്ഛൻ ഈ വചനപ്രഘോഷണം നടത്തേണ്ട ഒരു അച്ഛനല്ല. അച്ഛൻ സാധാരണ ഒരു പള്ളിയിൽ നിങ്ങളുടെ അച്ഛന്മാരൊക്കെ ഇരിക്കുന്ന പോലെ ഒരു ഇടവകയിൽ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യേണ്ട ഒരു അച്ഛനാണ് ഞാനിപ്പോൾ എൻ്റെ മേഖല, ഞാനിപ്പോൾ വചനപ്രഘോഷണത്തിന് വേണ്ടി ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതിനൊരു കാരണമുണ്ട് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ ഇടപെട്ട ഒരു സംഭവം ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. ആ സംഭവം ഇന്നിപ്പോൾ പറയാൻ നേരമില്ല, നാളേക്ക് പറയുള്ളൂ കേട്ടോ. ഞാൻ കുറച്ചേരം പ്രസംഗിക്കട്ടെ? വേണ്ട, നാളെ കാണാൻ കേട്ടോ. ഇപ്പം 9:30 ആവാറായി. ഞാൻ പ്രാർത്ഥനകൾ കഴിഞ്ഞ് നമുക്ക് നിർത്താം കേട്ടോ. അപ്പം അതുകൊണ്ട് നാളെ വരുമ്പോൾ അച്ഛൻ കൃത്യമായിട്ട് പറയും. അതുകൂടി പറഞ്ഞിട്ട് നാളെ കൂടി ഉള്ളൂ. അപ്പോൾ എനിക്ക് സന്തോഷമായി കേട്ടോ. ഇന്നിപ്പോൾ കസേരകൾ അത്യാവശ്യം എല്ലാം നിറഞ്ഞിട്ടുള്ള കുറച്ച് കസേരകൾ മാത്രം ഇപ്പോൾ ഇല്ലാത്തുള്ളൂ. അപ്പം നാളെ വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളവരെ കൂടി വിളിച്ചിട്ട് വരണം. ഇത്രയും സ്ത്രീകൾക്ക് ഇത്രയും, അപ്പം നിങ്ങൾ ഇത്രയും ഇതെങ്ങനെയാണ് കർത്താവ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? എനിക്കതൊരു കൺഫ്യൂഷനായിട്ട് നിൽക്കാം. എന്തെങ്കിലും ആവട്ടെ കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഇത്രയും സ്ത്രീകൾക്ക് ഇത്രയും പുരുഷന്മാർ പോരാ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നാളെ വരുമ്പോൾ നിങ്ങളെ കുറച്ചും കൂടെയൊക്കെ വിളിച്ചിട്ട് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നാളെയും കൂടി ഈ അപേക്ഷകൾ നിങ്ങൾ ഏതെങ്കിലും പ്രാർത്ഥനകൾ എഴുതി കൊണ്ടിട്ടുണ്ടെങ്കിൽ പോണേനും മുമ്പ് അത് ഇട്ടിട്ട് പൊക്കോളാം കേട്ടോ. അതിടാൻ വേണ്ടിയിട്ട് ആ പെറ്റി വെച്ചേക്കണേ. അപ്പൊ നിങ്ങൾക്ക് ഇടാം. നാളെയും കൂടി അവസരം ഉണ്ടാവും. അച്ഛനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും കേട്ടോ. ഇവിടെ ഒരു പെറ്റി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇടാം കേട്ടോ. അതിനുവേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റേക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നാളെ വരുമ്പോ കൂടെ ഉള്ളവരെ വിളിച്ചിട്ട് വരണം. നാളെ കുടുംബജീവിതത്തെ കുറിച്ചാ പറയാൻ പോണേ കേട്ടോ. നാളെ വരുമ്പോ കുടുംബജീവിതമാണ്. അതുകൊണ്ട് കുടുംബത്തിലുള്ള ഒരെണ്ണത്തെ കൊണ്ടുപോവാ. നിങ്ങളുടെ മാത്രം കൊണ്ടുവന്നാൽ മതി കേട്ടോ.
അപ്പൊ അതുകൊണ്ട് അയൽവക്കക്കാരൊക്കെ വിളിച്ചോ, എന്നാലും കുഴപ്പമില്ല. ഞാൻ ജീവിത പങ്കാളിനെ കൊണ്ടുവരാനാ പറഞ്ഞത് കേട്ടോ. അപ്പൊ അയൽവക്കക്കാരുടെ രീതിയിലൂടെ വിളിച്ചോ, മക്കളെയും വിളിച്ചോ, എല്ലാവരും വിളിച്ചോ. നാളെ നല്ല കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കുടുംബത്തെ കുറിച്ച്. അതുകൊണ്ടാ അപ്പൊ എല്ലാവരും കേൾക്കേണ്ടതാണ് ചില കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ കുടുംബത്തിലുള്ളവർ കൊണ്ടുവരാം. ബോറടിക്കണ്ട. ആർ യു ഓക്കെ, കംഫർട്ടബിൾ? ഞാൻ കുറേ കൂടി സീരിയസ് ആയിട്ട് പ്രസംഗിക്കണോ? വേണ്ട, എനിക്കറിയാം. ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ടൊക്കെ പ്രസംഗിക്കും കേട്ടോ. ഞാൻ ധ്യാന കേന്ദ്രത്തിലൊക്കെ വളരെ സീരിയസാ. പക്ഷെ ഇങ്ങനെ ഇടവക ധ്യാനത്തിലൊക്കെ പോകുമ്പോൾ, സഭയിലൊക്കെ പോകുമ്പോൾ വളരെ എന്തൊക്കെയാണ് ഞാൻ പറയുന്നറിയോ, നിങ്ങൾ എന്തൊക്കെയാണ് സ്ട്രെസ് അനുഭവിച്ചിട്ട് ജീവിതത്തിൽ നിന്ന് വരണേ. ഞാനും കൂടി സ്ട്രെസ് എന്നാൽ ശരിയാവോ? ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി നല്ല വാക്കുകൾ പറഞ്ഞ്, സ്നേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ്, സന്തോഷത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ്, അച്ഛൻ എന്തെങ്കിലുമൊക്കെ തിരുത്തി തരുന്നോ കറക്റ്റ് ചെയ്ത് തരുന്നോ സന്തോഷത്തോടെ സ്വീകരിച്ചോണ്ടോട്ട് അല്ലേ അല്ലേ. കണ്ട് ഇവരുടെ മുഖത്തൊക്കെ ഇപ്പം എന്നാ ചിരിയാൻ നോക്കി കേട്ടോ. ഒരു മാലാഖമാരാ അവര് കേട്ടോ. മാലാഖമാര് ദൈവത്തിന്റെ കീർത്തനം പറഞ്ഞവരാ. ഞങ്ങളുടെ ഒരു അഗസ്തീനോസ് പുണ്യവാനുണ്ട്. പുണ്യവൻ പറഞ്ഞു വെച്ചാൽ വളരെ സുന്ദരമായൊരു കോട്ടിങ് ഉണ്ടെന്നറിയോ. ഒരു പ്രാവശ്യം പാടുന്നവൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. ഇവരൊരു പാട്ട് പാടിയ 2 പ്രാർത്ഥനയുടെ ശക്തി ഉണ്ട് നിങ്ങൾക്ക്. പാട്ടുകാരുടെ സ്ഥാനം ഞങ്ങളുടെയൊക്കെ സഭയിൽ, നിങ്ങളുടെ സഭയിലും വളരെ വലുതാണ് കേട്ടോ. നിങ്ങൾ സൂപ്പറായിട്ട് പാടുന്നുണ്ട്, സൂപ്പർ കൊയറാ കേട്ടോ. ചിരിച്ചു പാടിയാ വെരി ഹാപ്പി, ഞങ്ങളും ചിരിക്കും. നിങ്ങളെ കാണുമ്പോൾ നിങ്ങളാണ് അങ്ങനെ നോക്കി ചിരിക്കണ്ടേ കേട്ടോ. എല്ലാം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നാളെ വരുമ്പോൾ ഭയങ്കര സന്തോഷത്തിന്റെ നിറവിലായിരിക്കാം. അവസാനത്തെ ദിവസം നിങ്ങൾ എല്ലാവരും വരണം. നാളെ വരുമ്പോൾ പ്രാർത്ഥനകൾ എഴുതിക്കൊണ്ട് വരിക. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും.